എക്സ്പെരിമെൻറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? എക്സ്പെരിമെൻറ്റ് പ്രൊസീജിയറോടെ കൊടുത്തിട്ടുണ്ട്. മാഗ്നറ്റ് സ്റ്റേഷനറി നിയർ ദ സോളിനോയിഡ്. സോളിനോയിഡിൻ്റെ അടുത്ത് മാഗ്നറ്റ് വെറുതെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ സോളിനോയിഡിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. തിരിച്ച് നമ്മൾ കോയിലിൻ്റെ ഉള്ളിൽ മാഗ്നറ്റിനെ സ്റ്റേഷനറി ആക്കി വെച്ച് കഴിഞ്ഞാലും ഒന്നും സംഭവിക്കുന്നില്ല. അതായത് കോയിലിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോഴും പുറത്തേക്ക് എടുക്കുമ്പോഴും മാത്രമാണ് നമുക്ക് കാണുന്നത്, അതും ഓപ്പോസിറ്റ് സൈഡിൽ. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് യൂസിങ് മാഗ്നറ്റ്സ് ഓഫ് ഗ്രേറ്റർ സ്ട്രെങ്ത് ആൻഡ് ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സോളിനോയിഡ്. തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ലെസണിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും, നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ്റെ അളവ് കൂടുന്നതായി കാണാം. അതായത് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതാണ് കാണാം. അപ്പോൾ അവിടെ ഉണ്ടായ കറണ്ടിനെ അഫക്റ്റ് ചെയ്ത ഫാക്ടേഴ്സാണ് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡും നമ്പർ ഓഫ് ടേൺസും. On the basis of the above experiment and analysis of the table, find out the answers to the following questions and write them in your science diary. ആ ചോദ്യങ്ങളുടെ ഉത്തരം സയൻസ് ഡയറിയിൽ എഴുതാൻ പറയുന്നുണ്ട്. ഗാൽവനോമീറ്ററിനെ പറ്റി നിങ്ങൾക്കറിയാം. ഗാൽവനോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പ്രസൻസ് ഓഫ് കറണ്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അല്ലേ. ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷനും മാറും. വൈ ഡിഡ് ദി ഗാൽവനോമീറ്റർ നീഡ് ഡിഫ്ലക്റ്റ് ഇൻ ദ എക്സ്പെരിമെൻറ്റ്? എന്തുകൊണ്ടാണ് ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യാൻ കാരണം? എന്തുണ്ടെങ്കിൽ മാത്രമേ ഡിഫ്ലക്റ്റ് ചെയ്യുള്ളൂ? കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഡിഫ്ലക്റ്റ് ചെയ്യുള്ളൂ അല്ലേ. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അറിയാൻ വേണ്ടി എന്താ ഉപയോഗിച്ച്? മാഗ്നറ്റിക് കോമ്പസ് യൂസ് ചെയ്തു. അതുപോലെ കറണ്ടിൻ്റെ ഡിഫ്ലക്ഷൻ അറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോമീറ്റർ അല്ലെ. കറണ്ടിൻ്റെ പ്രസൻസ് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോമീറ്റർ. കറണ്ടിൻ്റെ അളവ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? അമ്മീറ്റർ. കറൻറ്റ് അളക്കുന്നതിന് അമ്മീറ്ററും പ്രസൻസ് അറിയുന്നതിനും അല്ലെങ്കിൽ ഡയറക്ഷൻ അറിയുന്നതിന് ഗാൽവനോമീറ്ററാണ് യൂസ് ചെയ്യുക. Which are the instances in which there was a flow of current through the solenoid? എപ്പോഴൊക്കെയാണ് കറണ്ട് സോളിനോയിഡിൽ ഫ്ലോ ചെയ്തു നമുക്ക് മനസ്സിലായത്? നമ്മൾ മാഗ്നറ്റിനെ സോളിനോയിഡിൻ്റെ ഉള്ളിലേക്ക് കിടത്തിയപ്പോഴും പുറത്തേക്ക് എടുത്തപ്പോഴും. Which were the instances that in which the current increased? കറണ്ട് എപ്പോഴൊക്കെ ഇൻക്രീസ് ചെയ്തത്? നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്തപ്പോൾ, സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ. അപ്പോൾ അതെല്ലാം വിക്ടേഴ്സ് ക്ലാസ്സിൽ ലിങ്ക് ഇടാം. ഇത് കാണുമ്പോൾ അതിൻ്റെ ആൻസേഴ്സും എക്സ്പെരിമെൻറ്റും ക്ലാസ്സും കൂടെ കണ്ടിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഒപ്പം നോട്ടും കൂടെ എഴുതാം. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അത് വായിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. Whenever there is a relative motion between the magnet and the solenoid, there is a flow of electricity. ഇപ്പോൾ നമുക്ക് ഇത്രയും ആ എക്സ്പെരിമെൻറ്റിൽ ആ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരമാണത്. വെനെവർ ദർ ഇസ് എ റിലേറ്റീവ് മോഷൻ പറഞ്ഞാൽ എന്താ? ഒന്ന് വെച്ച് മറ്റത് മൂവ് ചെയ്യുക. അങ്ങനെ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ മാഗ്നറ്റ് ആൻഡ് ദ സോളിനോയിഡ്. മാഗ്നറ്റും സോളിനോയിഡിലും ഏതെങ്കിലും ഒന്ന് മൂവ് ചെയ്താൽ മതി. എന്തായാലും അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡിഫ്ലക്റ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ മാഗ്നറ്റ് ആൻഡ് ദ സോളിനോയിഡ് ദർ ഇസ് എ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. അങ്ങനെ റിലേറ്റീവ് മോഷൻ ഓഫ് മാഗ്നറ്റ് അല്ലെങ്കിൽ സോളിനോയിഡ് മൂവ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ അത് മാർക്ക് ചെയ്ത് വെച്ചു. ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഇൻഫറൻസാണ്. എക്സ്പെരിമെൻറ്റ് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. വെനെവർ ദർ ഇസ് എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ മാഗ്നറ്റ് ആൻഡ് ദ സോളിനോയിഡ് ദർ ഇസ് എ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. We have understood this from the experiment, but have you ever thought about what happens when the magnet threw near or moved away from the solenoid? ശരി, കാര്യം നമുക്ക് മനസ്സിലായി. നമ്മൾ ഏതെങ്കിലും ഒന്ന് മൂവ് ചെയ്യുമ്പോൾ കറണ്ട് ഉണ്ടാവണമെന്ന് മനസ്സിലായി. എങ്ങനെയാണ് അത് ഉണ്ടാവണേ അതിനെ പറ്റിയാണ് ഇനി ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ചിത്രം കാണുമ്പോൾ മനസ്സിലാവും. എല്ലാ മാഗ്നറ്റിനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ടിങ് ഫ്രം നോർത്ത് ടു സൗത്ത് അല്ലേ, ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഫീൽഡ് അവിടെ കാണിച്ചിട്ടുണ്ട്. അത് സോളിനോയിഡിനുള്ളിൽ കിടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ഫീൽഡ് ബ്രേക്ക് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫ്ലക്സ് ബ്രേക്ക് ചെയ്യും. അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇൻ വിച്ച് ഇൻസ്റ്റൻസ് വിൽ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സോളിനോയിഡ് ബി ലെസ്? ഏത് സമയത്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് കുറവ്? കൂടുതൽ പോൾസിലാണ്, ബാക്കി എല്ലാ വശത്തും കുറവാണ്. നോർത്ത് പോളിലും സൗത്ത് പോളിലും ഫ്ലക്സ് കൂടുതലാണ്. കുറവെന്ന് പറയുന്നത് ബാക്കി സൈഡ്സിലൊക്കെ വരുമ്പോൾ ഫ്ലക്സ് കുറവാണ്. ഓൺ വിച്ച് ഇൻസ്റ്റൻസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സോളിനോയിഡ് ലെസ്? ഏത് സമയത്താണ് കുറവെന്ന് ചോദിക്കുന്നത്? ഉള്ളിലേക്ക് കയറിയിരിക്കുമ്പോൾ. ഇൻ വിച്ച് ഇൻസ്റ്റൻസ് വിൽ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സോളിനോയിഡ് ഗ്രേറ്റർ? എപ്പോഴാണ് പോൾസ് വരുമ്പോഴാണ് കൂടുതൽ. ഓൺ വിച്ച് ഇൻസ്റ്റൻസ് ഡസ് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സോളിനോയിഡ് ഒക്കെ? എപ്പോഴാണ് മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരിക? എപ്പോഴാണോ മാഗ്നറ്റ് സോളിനോയിഡിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്, അതായത് പോൾസ് അടുത്തേക്ക് ചെല്ലുന്നത്, അപ്പോഴാണ് ബ്രേക്ക് ചെയ്യുന്നത്.
അത് ചോദ്യത്തിന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വൈൽ ഇറ്റ് ഈസ് മൂവിങ് ഓർ വൈൽ ഇറ്റ് ഈസ് സ്റ്റേഷനറി. മൂവ് ചെയ്യുമ്പോഴാണോ വെറുതെ ഇരിക്കുമ്പോഴാണോ? മൂവ് ചെയ്യുമ്പോഴാണ് അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോഴാണ് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനെ കൺക്ലൂഡ് ചെയ്യുന്ന എങ്ങനെ നോക്കൂ. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇലക്ട്രിസിറ്റി ഈസ് ഇൻഡ്യൂസ്ഡ് in a solenoid whenever there is a change in the magnetic flux linked with the solenoid. അതാണ് പഠിക്കേണ്ട കാര്യം. Electricity is induced in a solenoid whenever there is a change in the magnetic flux linked with the solenoid. അതായത് ഒരു സോളിനോയിഡുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് കറണ്ട് ഉണ്ടാവുന്നത്. സോളിനോയിഡ് ഒരു മാഗ്നറ്റിക് ഫ്ലക്സിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫ്ലക്സിനെ ചേഞ്ച് ചെയ്യുമ്പോഴാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ സോളിനോയിഡ്. എവിടെയാണ് കറണ്ട് ഉണ്ടാവുന്നത്? മാഗ്നറ്റിക് ഫീൽഡിലാണോ കറണ്ട് ഉണ്ടാവുന്നത്? അല്ല, കണ്ടക്ടറിൽ, അതായത് സോളിനോയിഡിൽ. ഇലക്ട്രിസിറ്റി ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ സോളിനോയിഡ് വെൻ എവർ ദർ ഈസ് എ ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സോളിനോയിഡ്. ദിസ് ഫിനോമിനൻ ഇസ് നോൺ ആസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അങ്ങനെ ഉണ്ടാകുന്ന കറണ്ട്, ആ പ്രോസസ്സിനെ പറയുന്നവരാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അങ്ങനെ ഉണ്ടാകുന്ന കറണ്ടിനെ പറയുന്നതാണ് ഇൻഡ്യൂസ്ഡ് EMF. The current thus induced is the induced current. The voltage induced is the induced EMF. അപ്പോൾ കറണ്ടിന് ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്നും അപ്പോഴുള്ള വോൾട്ടേജിന്, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ യൂണിറ്റ് വോൾട്ട് എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ EMF എന്ന് പറയുന്നത്. EMFൻ്റെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് തന്നെയാണ് നമ്മൾ പറയാറുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ഇപ്പോൾ ഇൻഡ്യൂസ് ചെയ്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഉണ്ടാകുന്ന കറണ്ടിന് ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്നും അങ്ങനെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിനെ ഇൻഡ്യൂസ്ഡ് EMF എന്നും പറയുന്നു. ഓക്കെ, ദെൻ വാട്ട് മേ ബി ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡ്യൂസ്ഡ് EMF? എന്തൊക്കെയാണ് ഇൻഡ്യൂസ്ഡ് EMFനെ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ സോളിനോയിഡ്, പിന്നെയോ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ദെൻ റിലേറ്റീവ് മോഷൻ. ഇത് രണ്ടും ഉണ്ട്. നല്ല സ്ട്രെങ്ത്തുള്ള മാഗ്നറ്റും ഉണ്ട്, നല്ല പവർഫുൾ നിറയെ ടേൺസുള്ള സോളിനോയിഡും ഉണ്ട്. രണ്ടും അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിരുന്ന കറണ്ട് ഉണ്ടാവുമോ? ഇല്ല. അത് രണ്ടും കൂടി മൂവ് ചെയ്യണം അല്ലേ, നല്ല സ്പീഡ്. ആ സ്പീഡ് കൂടിയ, അതാണ് റിലേറ്റീവ് മോഷൻ ഓഫ് സോളിനോയിഡ് ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നത്. നല്ല സ്പീഡിൽ മൂവ് ചെയ്ത് നല്ലോണം കറണ്ട് ഉണ്ടാവും, കുറച്ച് സ്ലോ ആണെങ്കിൽ കുറച്ചും കറണ്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിനെങ്ങനെ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നു? whenever there is a change in the magnetic flux linked with the coil, EMF is induced in the coil. This phenomenon is called as electromagnetic induction. This phenomenon is called electromagnetic induction. ഓക്കെ, അത്രയും നന്നായിട്ട് പഠിക്കുക, നോട്ടിലേക്ക് എഴുതുക. അടുത്ത പറയുന്നത് എന്താ? ഡയറക്ഷൻ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയല്ലോ, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെയും പിന്നെയോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കല്ലേ, മൂവ്മെൻറ്റ്, അതാണ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. പിന്നെ മൂവ്മെൻറ്റ് ഓഫ് ദ മാഗ്നറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ വായിച്ച് പഠിച്ച് നോട്ടിലേക്ക് എഴുതിയിട്ട് ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കുക. പഠിച്ച കാര്യങ്ങൾ പറയുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യൂ കേട്ടോ.